Plant Sapiens. So, ഇന്നത്തെ ക്ലാസ്സിൽ തമ്പനെയിൽ പറഞ്ഞതുപോലെ തന്നെ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഹോൾ മൊഡ്യൂൾ ഈ ഒരു ക്ലാസ്സിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് ത്രൂ ഔട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഒന്നാമതിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് ആണ്. അതായത് നമ്മൾ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഓരോ ഡാറ്റ സീക്വൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ സിംപ്ലി ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ആണുള്ളത്. സ്ട്രിങ് അല്ലെങ്കിൽ സീക്വൻസ്, എറേസ്, then ട്രീസ് അല്ലെങ്കിൽ ഫൈലോജനി, then ഗ്രാഫ് അല്ലെങ്കിൽ നെറ്റ്വർക്ക്. ഇവ എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ആദ്യത്തെ അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രിങ് അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ DNA RNA പ്രോട്ടീൻസ് ആണല്ലോ ബയോളജിക്കൽ ഡാറ്റാസ് എന്ന് പറയുന്നത്. ആ ഒരു DNA RNA അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ ഒരു ലീനിയർ ക്യാരക്ടർ ആയിട്ട് ഒരു സീക്വൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു സീക്വൻസ് നമ്മൾ മെയിൻലി സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനാണ് അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അലൈൻമെന്റിനും കമ്പാരിസൺ ബേസിസ് ആയിട്ടുള്ള DNA RNA അല്ലെങ്കിൽ പ്രോട്ടീനിന്റെ ഒരു ലീനിയർ ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ് എന്ന് പറയുന്നത്. വളരെ ബേസിക് ആണ്. ദെൻ എറേസ് എന്താണെന്ന് നോക്കാം. എറേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവയെ സീക്വൻസ് ആയിട്ട് എടുത്തല്ലോ. ആ ഒരു സീക്വൻസ് ആയിട്ട് എടുത്തിട്ടുള്ള ഓരോ സീക്വൻസിനെയും അല്ലെങ്കിൽ ഓരോ ലീനിയർ ക്യാരക്ടേഴ്സിനെയും നമ്മൾ ഒരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു ഫോമിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, സ്റ്റോർ ബയോളജിക്കൽ ഡാറ്റ ഇൻ ഓർഡേർഡ് ഫോം. അപ്പൊ നമ്മളൊരു ലൈബ്രറിയിൽ കുറേ ബുക്സ് ഉണ്ടായിരിക്കും. ആ ഓരോ ബുക്സും നമ്മൾ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഓരോ അറേസ് അല്ലെങ്കിൽ ഓരോ ഷെൽഫിൽ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളൊരു നമ്പർ ബേസ് ചെയ്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് ഏത് റോയിലാണ് എത്രാമത്തെ ഷെൽഫിലാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ എറേസ് എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റ് ആക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ സീക്വൻസിനെ നമ്മൾ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, പെട്ടെന്ന് ആ ഒരു സീക്വൻസിന്റെ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എറേസ് കൊണ്ട് സാധിക്കും. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് ആണ് ട്രീസ് എന്ന് പറയുന്നത്. ട്രീസ് എന്ന് പറയുമ്പോൾ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫൈലോജനി, ഒരു ഓർഗാനിസത്തിന്റെ കോമൺ ആൻസസ്ട്രി റെപ്രസെന്റ് ചെയ്യാൻ ഫൈലോജനറ്റിക് അനാലിസിസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗ്രാഫ് ആണ്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താ, ബയോളജിക്കൽ ഇന്ററാക്ഷൻസ് റെപ്രസെന്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ ഈ ഒരു ജീനിന്റെയും പ്രോട്ടീന്റെയും ഒരു നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവയുടെ ഇന്ററാക്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ അതിൽ ജീൻ അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നോഡ്സ് ആയിട്ടും അവ തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കണക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എഡ്ജസ് ആയിട്ടുമായിരിക്കും. അപ്പൊ ഇത്രയാണ് ബയോ ഇൻഫോർമാറ്റിക്സിന്റെ ആ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, കമ്പോണന്റ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ആണ്. ഈ ഒരു ഡാറ്റാബേസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി എന്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ബയോ ഇൻഫോർമാറ്റിക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ വീഡിയോ ഞാൻ കമന്റ് ബോക്സ് ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ എന്താണ് സിംപ്ലി ജസ്റ്റ് ഒന്ന് ഇതിലൂടെ പറഞ്ഞു പോകാം. അപ്പൊ ഡാറ്റാബേസസ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബയോ ഇൻഫോർമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡാറ്റാബേസസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ. എന്നിട്ട് അതിനെ എന്ത് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ബയോളജിക്കൽ ഡാറ്റാസിനെ അപ്ഡേറ്റ് ചെയ്യുക. ആ ഒരു DNA സീക്വൻസ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, മെറ്റബോളിക് പാത്വേ ഏത് വേണമെങ്കിലും നമുക്ക് ഡാറ്റാബേസിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റഡി പർപ്പസിനൊക്കെയാണ് ഡാറ്റാബേസസ് ബയോ ഇൻഫോർമാറ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. ഡാറ്റാബേസസ് മെയിൻലി 3 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി, then സെക്കൻഡറി, 3 കോമ്പോസൈറ്റ് ഡാറ്റയാണ്. അപ്പൊ എന്താണെന്നുള്ള ക്യാരക്ടേഴ്സ് മാത്രം ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ റോ ഡാറ്റ എന്നാണ് പറയുക കേട്ടോ. അതായത് ഒറിജിനൽ ആയിട്ടുള്ള അവയിൽ എഡിറ്റിംഗ് ഒന്നും ചെയ്യാത്ത എക്സ്പെരിമെന്റലി നമുക്ക് നേരിട്ട് കിട്ടുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. അപ്പൊ ഡയറക്ട്ലി നമ്മളൊരു ഇന്റർഫേസിലോട്ട് സബ്മിറ്റ് ചെയ്യല്ലോ. ഇപ്പൊ DDBJ NCBI എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർഫേസിലോട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ഡയറക്ട്ലി റിസർച്ചേഴ്സ് ആണ് പ്രൈമറി ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്നത്. അവിടെ മോഡിഫിക്കേഷനോ എഡിറ്റിങ്ങോ ഒന്നും നടത്തുന്നില്ല. ഹൈ റിഡൻഡൻസി മേ ബി പ്രസന്റ്, അതായത് അവിടെ എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റോ ഡാറ്റ എന്ന് പറയുന്നത് ലാർജ് വോളിയം ആയിരിക്കും, അവിടെ പ്രോസസ്സിംഗ് ഒന്നും നടക്കാത്തത് കൊണ്ട്. ഓക്കെ, പ്രൈമറി ഡാറ്റാസ് ആണ്. അപ്പം പുതിയ എൻട്രീസ് വരുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ്സ് ഈ ഒരു പ്രൈമറി ഡാറ്റാസിൽ ഉണ്ടായിരിക്കും. ദെൻ ഈ ഒരു ഫൗണ്ടേഷൻ, അതായത് ബാക്കിയുള്ള ഡാറ്റാബേസസിന്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഡാറ്റ ആയിട്ടാണ് പ്രൈമറി ഡാറ്റാബേസസ് കാണുന്നത്. ഓക്കെ, അപ്പം ഡാറ്റയുടെ അക്യുറസി എന്ന് പറയുന്നത് ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു സബ്മിറ്റ് ചെയ്ത ആളുടെ ഒരു എക്സ്പെർട്ടൈസിന് അനുസരിച്ചിരിക്കും. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റയാണ്. അതായത്
അനലൈസ് ചെയ്ത ഇന്റർപ്രറ്റ് ചെയ്ത ഡാറ്റ ആയിരിക്കും സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ആയിട്ടുള്ള റോ ഡാറ്റയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതായിരിക്കും. ഓക്കെ, പ്രൈമറി ഡാറ്റാബേസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡാറ്റാബേസ്. നോൺ റിഡൻഡന്റ് ആയിട്ടുള്ള ഡാറ്റയാണ്, അതായത് അവിടെ എഡിറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്, അപ്പൊ അധികം എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് റിവ്യൂ ചെയ്തിട്ടുള്ള ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ തേർഡ്, അവയിൽ എന്താ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫങ്ഷണൽ, ഒരു ബയോളജിക്കൽ ഡാറ്റാബേസിന്റെ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ കൂടുതൽ റിഫൈൻ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റാബേസസ് ആണ് സെക്കൻഡറി ഡാറ്റാബേസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈസി അണ്ടർസ്റ്റാൻഡിങ് ആണ്, അത്ര നല്ല രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും സെക്കൻഡറി ഡാറ്റാബേസിന് ഉണ്ടായിരിക്കുക. അപ്പം അധികം എന്താ ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് സെക്കൻഡറി ഡാറ്റാബേസ്. നെക്സ്റ്റ് ആണ് കോമ്പോസൈറ്റ് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നുള്ള ഡാറ്റാസ് കമ്പൈൻ ചെയ്യുമ്പോൾ അതിനെയാണ് കോമ്പോസൈറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതിൽ പ്രൈമറി ഡാറ്റ മാത്രം ഉണ്ടാകാം, കുറേ പ്രൈമറി ഡാറ്റാസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും കൂടി ചേർന്നിട്ടുള്ളത് ഉണ്ടാകാം, അല്ലെങ്കിൽ കുറേ സെക്കൻഡറി ഡാറ്റാസ് മാത്രമായിട്ട് ഉണ്ടാകാം. അവിടെയും റിഡൻഡൻസി റെഡ്യൂസ്ഡ് ആണ്. അപ്പം ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കോമ്പോസൈറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ ആ ഒരു ഡാറ്റ ഫോർമാറ്റിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഫോർമാറ്റ് ആവശ്യമാണ്. സെർച്ച് എഫിഷ്യൻസി കൂടുതലാണ്. ഓക്കെ, ദെൻ ക്രോസ്, അതായത് നമ്മൾ സെക്കൻഡറി പ്രൈമറി അല്ലെങ്കിൽ രണ്ട് ഡാറ്റാസ് തമ്മിലുള്ള ഒരു ക്രോസ് ഡിഫറൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റ എന്നും കൂടി ഒരു കോമ്പോസൈറ്റ് ഡാറ്റാബേസിനെ നമുക്ക് പറയാം. ഇനി ഈ ഒരു പ്രൈമറി ഡാറ്റാബേസിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അതിൽ പ്രൈമറിയിൽ വരുന്നതാണ് ജൻബാങ്ക്, EMBL, DDBJ. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഉള്ള ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. സെക്കൻഡറി ഡാറ്റാബേസിൽ വരുന്നതാണ് സ്വിസ് പ്രോട്ട്, PDB എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു പ്രൈമറിയിലും സെക്കൻഡറിയിലും തന്നെ ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസസ് ഉണ്ട്, പ്രോട്ടീൻ ഡാറ്റാബേസസ് ഉണ്ട്. ഇപ്പൊ ഒരു സ്വിസ് പ്രോട്ട്, PDB ഒക്കെ പ്രോട്ടീൻ ഡാറ്റാബേസാ. NCBL ഒക്കെ വരുന്നത് ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസാ. ഓക്കെ, ആ ഒരു രീതിയിലൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഈ ഒരു കോമ്പോസൈറ്റിന്റെ എക്സാമ്പിളും കൂടി പറഞ്ഞാൽ യൂണിപ്രോട്ട്, NRDB ഒക്കെയാണ് ഈ ഒരു എന്താ പിന്നെ ഈ ഒരു കോമ്പോസൈറ്റ് ഡാറ്റാബേസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് ഡാറ്റാബേസിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ഡാറ്റാബേസസ് ബയോളജിയിലുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതും കൂടി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് മെയിൻ ആയിട്ട് നമ്മൾ ബയോളജിക്കൽ ഡാറ്റാസ് എന്ന് പറയുന്നത് RNA ഉണ്ട്, DNA ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ. അവയെ സീക്വൻസ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക, റിട്രീവ് ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് അവയെ റിട്രീവ് ചെയ്യുക എന്നതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഡാറ്റാബേസസ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഡാറ്റാബേസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ എന്താ, ഒരു ജീനോമിന്റെ ഉള്ളിൽ ജീനിന്റെ ഐഡന്റിഫിക്കേഷൻ ആൻഡ് അവയുടെ അനോട്ടേഷൻ. ഓക്കെ, ജീനിന്റെ ഐഡന്റിഫിക്കേഷനും അനോട്ടേഷനും. ദെൻ മൂന്നാമത്തത് അലൈൻമെന്റിന്റെ കമ്പാരിസൺ അല്ലേ, ഹോമോളോഗസ് ആയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ ബ്ലാസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, പെയർ വൈസ് അനാലിസിസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സീക്വൻസ് തമ്മിലുള്ള കമ്പാരിസൺ, എന്തെങ്കിലും സീക്വൻസ് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോ, ഇവല്യൂഷണറി അവ സിമിലർ ആയിട്ടുള്ള ആൾക്കാരാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസിന് ഈ ഒരു ഡാറ്റാബേസ് ഹെൽപ്ഫുൾ ആണ്. അത് തന്നെയാണ് ആ ഒരു സിമിലാരിറ്റി കമ്പാരിസൺ എന്ന് പറയുന്നതാണ് ഹോമോലോഗി എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഫൈലോജനറ്റിക് ട്രീ അല്ലെങ്കിൽ ഇവല്യൂഷണറി അനാലിസിസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ പ്രോട്ടീനുമായിട്ടാണെങ്കിൽ പ്രോട്ടീനിന്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ, പ്രോട്ടീനിന്റെ ഫംഗ്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ ഈ ഒരു ഡാറ്റാബേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡ്രഗ് ഡിസ്കവറി ആൻഡ് ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ പ്രോട്ടീനുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ജീനിന്റെ ഐഡന്റിഫിക്കേഷൻ ഒക്കെ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ജീനിന്റെ ഐഡന്റിഫിക്കേഷനും അവയുടെ ഡയഗ്നോസിസ്, ഒരു ഡിസീസിന്റെ ഡയഗ്നോസിസിനും ഈ ഒരു ഡാറ്റാബേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ബയോളജിക്കൽ ഡാറ്റ ഗ്ലോബലി, അതായത് ഒരു റിസർച്ചേഴ്സ് ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്തു, അത് ഗ്ലോബലി ആ ഒരു ബയോളജിക്കൽ ഡാറ്റ ഷെയർ ചെയ്യണമെങ്കിൽ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ആ ഡാറ്റാസ് അല്ലെങ്കിൽ ഡാറ്റാബേസസ് ആയിട്ടാണ് ആ ഓരോ ബയോളജിക്കൽ ഡാറ്റാസും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ടേമും കൂടി ഓർത്തു വെച്ചേക്കാം. ഇതാണ് മെയിൻ ആയിട്ട് ഒരു ഡാറ്റാബേസ്, എന്തിനാണ് നമ്മൾ ഡാറ്റാബേസ് ആക്കുന്നത് എന്നതുള്ളതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് ബയോ ഇൻഫോർമാറ്റിക്സ് സെർച്ച് ആൻഡ് അനാലിസിസ് ടൂൾസ് പരിചയപ്പെടാം. അതിൽ നിങ്ങൾ പഠിക്കുന്നത് ബ്ലാസ്റ്റ്, ക്ലസ്റ്റാളിക്സ്, ക്ലസ്റ്റാൾ ഡബ്ല്യു, ഫൈലിപ്സ്, ജെൻസ്കാൻ ആണ്. അപ്പോൾ അത് നമുക്ക് അറിയുന്നതാണ്, ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ബ്ലാസ്റ്റ്, ബേസിക് ലോക്കൽ അലൈൻമെന്റ് സെർച്ച് ടൂൾ ആണ്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ് മാത്രം നമുക്ക് പഠിക്കാം. മെത്തഡോളജി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് എക്സാംസിന് അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ എന്താണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് ലോക്കൽ സീക്വൻസ് അലൈൻമെന്റ് ആണ്. ആ ഒരു ടേം നിങ്ങൾ പഠിച്ചു വെക്കുക. ലോക്കൽ സീക്വൻസ് അലൈൻമെന്റ്, ഫൈൻഡ് സിമിലാരിറ്റി, അതായത് പെയർ വൈസ് എന്താ സീക്വൻസ് അലൈൻമെന്റ് ആണ് ബ്ലാസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ ഒരു പുതിയൊരു ജീൻ കണ്ടുപിടിച്ചു, അതായത് പുതിയൊരു വൈൽഡ് വെറൈറ്റി, വൈൽഡ് വെറൈറ്റി ഉള്ള ഒരു പ്ലാന്റിൽ റുബിസ്കോഡ് ആക്ടിവിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഒരു റുബിസ്കോഡ് ആക്ടിവിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വൈൽഡ് വെറൈറ്റി, ആ ഒരു പുതിയ വൈൽഡ് വെറൈറ്റിയിലുള്ള റുബിസ്കോഡ് ആ ഒരു സീക്വൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു വൈൽഡ് വെറൈറ്റിയുടെ ജീൻ സീക്വൻസ് നമ്മൾ എടുത്തു. ആ ജീൻ സീക്വൻസ് നമ്മൾ ഒരു ബ്ലാസ്റ്റ് ആ ഒരു എന്താ ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ബ്ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഫാസ്റ്റ ഫോർമാറ്റിലാണ്. ഓക്കെ, ഇവിടെ വൈൽഡ് വെറൈറ്റി ആണ് കേട്ടോ. ഫാസ്റ്റ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്രേറ്റർ എന്നുള്ള സിമ്പൽ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു വൈൽഡ് വെറൈറ്റിയുടെ ജീൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? വൈൽഡ് വെറൈറ്റി റുബിസ്കോ ജീൻ അല്ലെങ്കിൽ റുബിസ്കോ ജീൻ എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വേർഡ് ബൈ വേർഡ് ആയിട്ട് എഴുതിയിട്ട് നമ്മൾ സീക്വൻസ് ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ് നമ്മളിപ്പം ATGCTT GCAT അങ്ങനെ നീണ്ടു പോകുന്ന ഒരു സീക്വൻസും നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ആ കൊടുത്തേക്കുന്ന ഈ ഒരു ഫോമില്ലേ, ഈ ഒരു ഫാസ്റ്റ ഫോർമാറ്റിൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഫോമിനെയാണ് നമ്മൾ പറയുന്നത് ക്വറി സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ക്വറി സീക്വൻസ്. നമ്മൾ ഏത് സീക്വൻസ് ആണോ ബാക്കി ആരെങ്കിലും ആയിട്ട് സിമിലാരിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത്, ആ സീക്വൻസ് നമ്മൾ ക്വറി സീക്വൻസ് എന്ന് മനസ്സിലാക്കും. അപ്പൊ ഈ ഒരു ക്വറി സീക്വൻസ് നമ്മളിപ്പോ NCBI ആ ഒരു ഡാറ്റാബേസിൽ നമ്മൾ ബ്ലാസ്റ്റ് ഫോർമാറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യാണ്? ഐഡന്റിഫയേഴ്സ് റീജിയൻ ഓഫ് ലോക്കൽ സിമിലാരിറ്റി. ഒട്ടനവധി ഡാറ്റാബേസസ് നമ്മളുടെ ഇതിൽ ഉണ്ടായിരിക്കും. ആ ഒരു ഡാറ്റാബേസസ് ബേസ് ചെയ്തിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഡാറ്റാബേസസ് ആരുമായിട്ടാണോ ഉള്ളത് എന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ ക്വിക്ക് ആയിട്ട് നമ്മുടെ ബ്ലാസ്റ്റ് കണ്ടുപിടിച്ചു തരും. ഇപ്പൊ സപ്പോസ് ഈ ഒരു വൈൽഡ് വെറൈറ്റി എന്ന് പറയുന്നതിന്റെ ഈ ഒരു സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു 11 വേർഡ്സ് ആയിട്ടാണ് കേട്ടോ. ഏകദേശം ആദ്യത്തെ ഒരു 11 വേർഡ്, നെക്സ്റ്റ് 11 വേർഡ്, അങ്ങനെ 11 കുറെ പാർട്ട് ആയിട്ടാണ് ബ്ലാസ്റ്റ് ഓരോ ബാക്കിയുള്ള ബേസസുമായിട്ട് അല്ലെങ്കിൽ ഡാറ്റാബേസസുമായിട്ട് അനലൈസ് ചെയ്യുന്നത്, സിമിലാരിറ്റി അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് സ്പിനാഷ് എന്നുള്ള ഒരു ചെടിയിലുള്ള എന്താ സീക്വൻസ് എന്ന് പറയുന്നത് ATGC ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ ഒരു സീക്വൻസ് നോക്കിയേ, എല്ലാം സിമിലർ അല്ലേ? ഈ ഒരു പോർഷൻ മാത്രമാണ് മാറിയിട്ടുള്ളത്. അതായത് ചെറിയ പോർഷനിൽ മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം സിമിലർ ആയതുകൊണ്ട് ഈ ഒരു വൈൽഡ് വെറൈറ്റി എന്ന് പറയുന്നത് സ്പിനാഷുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്നുള്ള ഒരു ടേം നമുക്ക് മനസ്സിലാകും. അതാണ് ലോക്കൽ സീക്വൻസിന്റെ അലൈൻമെന്റ് സിമിലാരിറ്റി. അപ്പൊ ആ ഒരു സിമിലാരിറ്റിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസിന് വേണ്ടിയിട്ട് ഈ വാല്യൂ കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ബ്ലാസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള എന്താണ് ആ ഒരു മാറ്റർ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ബ്ലാസ്റ്റിന്റെ ടൈപ്പും കൂടി നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. ബ്ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ബ്ലാസ്റ്റ് TN ആണ്. അതായത് നമ്മൾ സീക്വൻസ് കമ്പാരിസൺ അല്ലേ നടക്കുന്നത്. ബ്ലാസ്റ്റ് TN-ൽ ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് മറ്റൊരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിട്ടാണ് എന്താ കമ്പയർ ചെയ്യുന്നത്. അതായത് ഇവിടെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഒരു ക്വറി സീക്വൻസും ന്യൂക്ലിയോടൈഡ് ആണ്, നമ്മളുടെ ഡാറ്റാബേസും ന്യൂക്ലിയോടൈഡ് ആണ്. ബ്ലാസ്റ്റ് P എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ വേഴ്സസ് പ്രോട്ടീൻ ആണ്. കൊറിയൻ പ്രോട്ടീൻ ആണ്, എന്താ നമ്മുടെ ഡാറ്റാബേസും പ്രോട്ടീൻ ആണ്. ബ്ലാസ്റ്റ് X എന്ന് പറയുമ്പോൾ കൊറിയ ഒരു ന്യൂക്ലിയോടൈഡ് ആണ്, നമ്മുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. അപ്പൊ അതിന്റെ T ബ്ലാസ്റ്റ് N-ഉം T ബ്ലാസ്റ്റ് X-ഉം കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. യൂസസ് എന്ന് പറയുന്നത് ജീനിന്റെ ഐഡന്റിഫിക്കേഷൻ, ഫംഗ്ഷന്റെ പ്രിഡിക്ഷൻ, ഹോമോലോഗസ് ആയിട്ടുള്ള സെർച്ചിങ്ങിനും കൂടിയാണ്. മെയിൻ ആയിട്ട് ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ലോക്കൽ അലൈൻമെന്റ് ആണ്, ഫാസ്റ്റ് സെർച്ച് ആണ്. അപ്പൊ ബ്ലാസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റ് എന്നുള്ള ഒരു ടേമും കൂടി പഠിക്കണം. ഫാസ്റ്റ് ഓൾ അലൈൻമെന്റ് സെർച്ച് ടൂൾ, അങ്ങനെയാണ് അതിന്റെ ഒരു പേര്. ഒന്നുകിൽ ഫാസ്റ്റ് ഓൾ അല്ലെങ്കിൽ ഫാസ്റ്റ് അലൈൻമെന്റ് സെർച്ച് ടൂൾ. ആ ഒരു പേര് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. മെയിൻ ആയിട്ട് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, അലൈൻമെന്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് എന്താ, ലോക്കൽ അലൈൻമെന്റ് ആണ്. ബ്ലാസ്റ്റും ഫാസ്റ്റും തമ്മിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റേക്ക് ഒരു
സ്കോറിംഗ് മെട്രിസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഓൾഡർ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് കേട്ടോ ഫാസ്റ്റ എന്ന് പറയുന്നത്. ബ്ലാസ്റ്റ് ഫാസ്റ്റയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. പക്ഷേ ഫാസ്റ്റ എന്ന് പറയുന്നത് എന്താണ്, ബ്ലാസ്റ്റിനേക്കാളും സെൻസിറ്റീവ് ആണ്. ഓക്കെ, സീക്വൻസ് സിമിലാരിറ്റി സെർച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ സിമിലർ ആണ്. മെയിൻ ആയിട്ട് എക്സാം പോയിന്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഫാസ്റ്റ കുറച്ചും കൂടി ഓൾഡർ ആണ്, പക്ഷെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ആണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ക്ലസ്റ്റാൾ എക്സ് എന്ന് പറയുന്നത്, ക്ലസ്റ്റാൾ എക്സും ക്ലസ്റ്റാൾ ഡബ്ല്യൂ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ക്ലസ്റ്റാൾ എക്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫിക് ഇന്റർഫേസ് ആണ്. മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റിനാണ് നമ്മൾ ബ്ലാസ്റ്റ എന്ന് പറയുന്നത്. ലോക്കൽ സീക്വൻസ് അലൈൻമെന്റ് ആണെങ്കിൽ ക്ലസ്റ്റാൾ എക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ആണ് എന്ന് പഠിച്ചു വെച്ചേക്കാം. മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കിയേ, ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഈ ഒരു ക്ലസ്റ്റാൾ എക്സ്. ഓക്കെ, അപ്പൊ GUE ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ക്ലസ്റ്റാൾ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്ലസ്റ്റാൾ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ആ ഒരു സീക്വൻസ് നമ്മൾ സിമിലാരിറ്റി ആണ് എന്താ നോക്കുന്നത്. ഇപ്പൊ ചിമ്പാൻസിയും ഹ്യൂമനും മൗസും തമ്മിലുള്ള എന്താ സീക്വൻസ് സിമിലാരിറ്റി ആണ് നോക്കുന്നതെങ്കിൽ അപ്പൊ ഓരോന്നിന്റെയും സീക്വൻസിന്റെ ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ആയിട്ടുള്ള ഇമേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കളർ കോഡ് ആയിട്ടായിരിക്കും റിസൾട്ട് കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ആ കളർ കോഡ് ബേസ് ചെയ്തിട്ട് എന്താ ഹ്യൂമനും ചിമ്പാൻസിയും തമ്മിൽ എത്ര പെർസെന്റേജ് ഒരു ഗ്രാഫും പ്രൊവൈഡ് ചെയ്തിട്ട് എത്ര പെർസെന്റേജ് സിമിലാരിറ്റി എന്തുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ക്ലസ്റ്റാൾ എക്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ DNA അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസിനെ അലൈൻ ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഹ്യൂമൻ ഉണ്ട്, ചിമ്പാൻസി, മൗസ് അല്ലെങ്കിൽ മങ്കി, ഇവയുടെയൊക്കെ സീക്വൻസ് അലൈൻമെന്റ് ഒരുമിച്ച് നമുക്ക് ക്ലസ്റ്റാൾ എക്സ് വഴി നോക്കാം. ഓക്കെ, ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനാണ് ക്ലസ്റ്റാൾ എക്സ്. അപ്പം മെയിൻ ആയിട്ട് ക്ലസ്റ്റാൾ എക്സ് എന്ന് പറയുമ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. നേരെ ഓപ്പോസിറ്റ് ഒന്നുണ്ട്, ക്ലസ്റ്റാൾ ഡബ്ല്യൂ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. ഓക്കെ, ഇതൊരു ഗ്രാഫിക്കൽ ഇന്റർഫേസ് ആണ് ക്ലസ്റ്റാൾ എക്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആണ്. ഓക്കെ, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് മെത്തേഡ് ആണ്. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു വർക്ക് എന്ന് പറയുന്നത് സീക്വൻസ് വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്ലൈസ് സീക്വൻസ് വെയിറ്റിംഗ് ആണ്. അലൈൻമെന്റിന്റെ അക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ആക്ച്വലി ഒരു ക്ലസ്റ്റാൾ ഡബ്ല്യൂ എന്ന് പറയുന്ന ഒരു കമാൻഡ് ലൈൻ വേർഷൻ ആണെന്ന് പറയാം. ഓക്കെ, ക്ലസ്റ്റാൾ ഡബ്ല്യൂ ഒരു കമാൻഡ് ലൈൻ വേർഷൻ ആണ്. ദെൻ ക്ലസ്റ്റാൾ എക്സ് എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ഇന്റർഫേസ് ആണ്. ഓക്കെ, അലൈൻമെന്റിന്റെ അക്യുറസി കൂട്ടാൻ ക്ലസ്റ്റാൾ ഡബ്ല്യൂ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് അവയുടെ യൂസും ഫൈലോജനറ്റിക് ആയിട്ടുള്ള അനാലിസിസും സീക്വൻസിന്റെ കമ്പാരിസണും ആണ്. അപ്പൊ ക്ലസ്റ്റാൾ എക്സും ഡബ്ല്യൂയും ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ ഡബ്ല്യൂ എന്ന് പറയുന്നത് എന്താണ്, വെയിറ്റഡ് അലൈൻമെന്റ് ആണ്. എക്സ് എന്ന് പറയുമ്പോൾ അവിടെ GUE ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വേർഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൈലിപ്പ് ആണ്. ഫൈലിപ്പിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പാക്കേജ് ഫോർ ഫൈലോജനറ്റിക് അനാലിസിസ്. ഫൈലോജനറ്റിക് അനാലിസിസിന് മാത്രമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് ഫൈലിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഒരു ഫൈലിപ്പിൽ ഒരു എവല്യൂഷണറി ട്രീ ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് മെയിൻ ആയിട്ട് കുറെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് മെത്തേഡ്, മാക്സിമം ലൈക്ലിഹുഡ്, പാർസിമോണി എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫൈലോജനറ്റിക് ട്രീ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുടെ എന്താ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് അല്ലേ, അപ്പൊ അതിൽ ലാർജ് ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഫൈലിപ്പ് എന്ന് പറയുന്നത് എന്താണ്, റിലേഷൻഷിപ്പ് ആണ്. എവല്യൂഷണറി റിലേഷൻഷിപ്പിനും ട്രീ കൺസ്ട്രക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഒരു ഫൈലോജനറ്റിക് ട്രീ സോഫ്റ്റ്വെയർ ആണ് ഫൈലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ജെൻസ്കാൻ എന്താണ് നോക്കാം. ജെൻസ്കാൻ എന്ന് പറയുമ്പോൾ DNA സീക്വൻസസ്, ഓക്കെ, ഒരു
ജീനിലുള്ള എന്താ ഫോർ പ്രഡിക്റ്റിംഗ് ജീൻസ് ഇൻ DNA സീക്വൻസസിലുള്ള ജീൻസിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, ഒരു ജീൻ എന്ന് പറയുമ്പോൾ അതിൽ എക്സോൺസ് കോഡിംഗ് ആയിട്ടുള്ള റീജിയൻസ്, ഇൻട്രോൺസ് നോൺ കോഡിംഗ് ആയിട്ടുള്ള റീജിയൻസ്, പ്രൊമോട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ജീനോമിക് DNA വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസിനും ജെൻസ്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മെയിൻ ആയിട്ട് ഒരു ജീനിന്റെ സ്ട്രക്ചർ പ്രിഡിക്റ്റ് ചെയ്യാനാണ്. എക്സോൺ ഇൻട്രോൺ എന്നൊക്കെ പറയുമ്പോൾ അവയുടെ സ്ട്രക്ചർ ആണല്ലോ മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ ജീനോം അനോട്ടേഷന് വേണ്ടിയിട്ട് എക്സാം പോയിന്റ് ആയിട്ട് പറയുമ്പോൾ മെയിൻ ആയിട്ട് ജീനിന്റെ പ്രഡിക്ഷൻ ആണ് ജെൻസ്കാൻ എന്ന് പറയുന്നത്. ഫൈലോജനറ്റിക് ട്രീ സോഫ്റ്റ്വെയർ ആണ് ഫൈലിപ്പ് എന്ന് പറയുന്നത്. ക്ലസ്റ്റാൾ എക്സും ഡബ്ല്യൂയും, ക്ലസ്റ്റാൾ എക്സ് എന്ന് പറയുന്നത് GUI ഗ്രാഫിക്കൽ ഇന്റർഫേസ് ആണ്. രണ്ടും മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ആണ്. ബ്ലാസ്റ്റും ഫാസ്റ്റിയും എന്ന് പറയുന്നത് പെയർ വൈസ് അലൈൻമെന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. രണ്ട് എന്താ സിമിലാരിറ്റീസ്, സീക്വൻസ് സിമിലാരിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. The next homology searching എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. അപ്പൊ മെയിൻ ആയിട്ട് എന്താ ഫൈലോജനറ്റിക് ട്രീ ഒക്കെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവല്യൂഷണറി ഒറിജിൻ ഒക്കെ പറയുമ്പോൾ കോമൺ ആയിട്ട് അവ തമ്മിലുള്ള സിമിലാരിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ സിമിലാരിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആണ് അല്ലെങ്കിൽ മെത്തേഡ് ആണ് ഹോമോളോജി സെർച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോമോളോജി സെർച്ചിങ്ങിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സീക്വൻസ് അലൈൻമെന്റ്, നമ്മൾ ബ്ലാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, ഒരു പെയർ വൈസ് അനാലിസിസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സീക്വൻസ് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് എന്താ ഒരു സീക്വൻസ് അലൈൻമെന്റ് ബേസ് ചെയ്തിട്ടാണ് ഹോമോളജി നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ബ്ലാസ്റ്റ് പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഹോമോളജി സെർച്ചിങ്ങിന് DNA, RNA അല്ലെങ്കിൽ പ്രോട്ടീനിന്റെ സീക്വൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോട്ടീൻ സീക്വൻസിൽ നമ്മൾ എന്താ കൺസേർവ്ഡ് ആയിട്ടുള്ള റീജിയൻസ് റെപ്പിറ്റേറ്റീവ് സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ കൺസേർവ്ഡ് ആയിട്ടുള്ള റീജിയൻസ് ബേസ് ചെയ്തിട്ടാണ് ഹോമോളജി സെർച്ച് ചെയ്യുന്നത്. അതുകൂടാതെ ഹോമോളജി ബേസ് ചെയ്തിട്ട് ജീനിന്റെ ഫംഗ്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാനും എവല്യൂഷണറി സ്റ്റഡീസിനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഹോമോളജി സെർച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് പഠിക്കാനുണ്ട്. ഓർത്തോലോഗും ഉണ്ട്, പാരാലോഗും ഉണ്ട്. ഓക്കെ, ഓർത്തോലോഗ്സ് എന്ന് പറയുമ്പോൾ സെയിം ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു എവല്യൂഷണറി സീക്വൻസിന് സെയിം ഫംഗ്ഷൻ അല്ലെങ്കിൽ ജീനിൻ്റെത് അല്ലെങ്കിൽ പ്രോട്ടീനിൻ്റെത് സെയിം ഫംഗ്ഷൻ ആയിരിക്കും, പക്ഷെ ഉള്ളത് ഡിഫറെന്റ് സ്പീഷീസിലാണെങ്കിൽ അത്തരം ആ ഒരു സിമിലാരിറ്റി ഹോമോളജിനെയാണ് നമ്മൾ ഓർത്തോലോഗ്സി എന്ന് പറയുന്നത്. പാരാലോഗ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻസിനെല്ലാം ഉണ്ടായിരിക്കുക, പക്ഷെ ആ ഒരു പ്രോട്ടീൻ സെയിം ഓർഗാനിസത്തിൽ തന്നെയായിരിക്കും കാണുന്നത്. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് പാരാലോഗി എന്ന് പറയുമ്പോൾ. അപ്പൊ ഹോമോലോഗിയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഒന്നാമത്തത് സീക്വൻസ് തമ്മിലുള്ള എക്സാക്ട് മാച്ച് കണ്ടുപിടിക്കും. ഓക്കെ, ദെൻ അവ തമ്മിലുള്ള ഫംഗ്ഷണൽ അല്ലെങ്കിൽ ഈ ഒരു ഓർത്തോലോഗ് പാരാലോഗ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറൽ റിസംബ്ലൻസ് കണ്ടുപിടിക്കുന്നു. സീക്വൻസിനെ കമ്പാരിസന് വേണ്ടിയിട്ട് അലൈൻമെന്റ് ചെയ്യുന്നുണ്ട്. അൺസേർവ്ഡ് ആയിട്ടുള്ള സീക്വൻസ്, ഓരോ സ്പീഷീസിലും അൺചേഞ്ച്ഡ് ആയിട്ടുള്ള സീക്വൻസ്, ഒരിക്കലും മാറാത്ത കോൺസ്റ്റന്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് മെയിൻ ആയിട്ട് ഹോമോലോഗി സെർച്ചിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, The next sequence database ആണ്. ഒരു സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ഡാറ്റാബേസസ് ആണ്. അതായത് DNA, RNA, പ്രോട്ടീൻ സീക്വൻസ് ആണല്ലോ, അതിന്റെ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് നമ്മളിപ്പോ ഒരു പ്രോട്ടീൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് DNA-യോ RNA-യോ അവയുടെ സീക്വൻസ് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അതിനൊരു ഡിജിറ്റലൈസ്ഡ് ഫോമിലോട്ട് കൊണ്ടുവരണം. ആ ഒരു ഡാറ്റാനെ നമ്മൾ വെൽ ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ സെർച്ചബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും എന്താ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആ ഓരോ സീക്വൻസിനും ഒരു ആക്സഷൻ നമ്പർ ഒക്കെ പോലെയുള്ള ഒരു അനോട്ടേഷൻ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഐഡന്റിഫയർ, പെട്ടെന്ന് ആ ലൈബ്രറിയിൽ നമ്മൾ ഒരു ആക്സഷൻ നമ്പർ ഒരു കോഡ് കൊടുത്താൽ പെട്ടെന്ന് ബുക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഇവ ഓരോന്നിനും ഡാറ്റാബേസിനും ഒരു കോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ന്യൂ സബ്മിഷൻ ഉണ്ടാകുമ്പോഴും റെഗുലർ ആയിട്ട് ഈ ഒരു സീക്വൻസ് ഡാറ്റാബേസ് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ മെയിൻ ആയിട്ട് അവ യൂസ് ചെയ്യുന്നത് കമ്പാരിസന് വേണ്ടിയിട്ടൊക്കെയാണ്. എന്താ മെയിൻ ആയിട്ട് സീക്വൻസിന്റെ റിട്രീവൽ അലൈൻമെന്റിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആക്സസിബിൾ വേൾഡ് വൈഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും പഠിച്ച അതേ ടെക്നിക്സ് തന്നെയാണ്. ഈ ഒരു സീക്വൻസ് ഡാറ്റാബേസിൽ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്. ഒന്ന് പെയർ വൈസ് ആയിട്ടുള്ള അലൈൻമെന്റും ഉണ്ട്, മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റും ഉണ്ട്. പെയർ വൈസ് എന്ന് പറയുമ്പോൾ രണ്ട് സീക്വൻസ് ആണെങ്കിൽ മൾട്ടിപ്പിളിൽ മൂന്നോ അതിൽ കൂടുതലോ സീക്വൻസ് ഉണ്ടായിരിക്കും. സോ പെയർ വൈസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് സീക്വൻസ് ആണ്. മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് കോംപ്ലക്സ് ആണ്. ഓക്കെ, പെയർ വൈസ് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കമ്പാരിസൺ ഒക്കെ
ഒക്കെ പെട്ടെന്ന് ബേസിക് ആയിട്ടുള്ള കമ്പാരിസൺ ബ്ലാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് പെയർ വൈസ് ആണല്ലോ. ക്ലസ്റ്റാൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ആണ്. എവല്യൂഷണറി സ്റ്റഡീസിനൊക്കെ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 3 ടേംസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പഠിക്കണം. അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റോം എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിലെ ഒരു സെല്ലിലുള്ള ഒരു ഗിവൺ ടൈമിൽ നമ്മൾ എടുക്കുന്ന ടോട്ടൽ സെറ്റ് ഓഫ് RNA മോളിക്യൂൾസ് ഇൻ എ സെൽ അറ്റ് ഗിവൺ ടൈം ആണ് ട്രാൻസ്ക്രിപ്റ്റോം എന്ന് പറയുന്നത്. ആ ഒരു ട്രാൻസ്ക്രിപ്റ്റോമിന്റെ ഒരു കംപ്ലീറ്റ് സെറ്റ് ആണ്. ഓക്കെ, ആ ഒരു കംപ്ലീറ്റ് ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് സെറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്റ്റോം അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഒരു സ്പെസിഫിക് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് സെറ്റ് ഓഫ് RNAന്റെ സ്റ്റഡിയാണ് ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അവ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് RNA ആണ്. mRNA ഉണ്ട്. ആ ഒരു ജീന് ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനും ഓരോ ടിഷ്യൂസിലും ഓരോ സ്റ്റേജസിലും ഓരോ എൻവയോൺമെന്റിലും ഈ ഒരു RNAയുടെ ഒക്കെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ മെയിൻ ആയിട്ട് ഈ ഒരു ട്രാൻസ്ക്രിപ്റ്റോമിക്സിൽ സീക്വൻസിങ്ങും മൈക്രോ അറേ ടെക്നിക്സ് RNA മൈക്രോ അറേ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ആ ഒരു ഫങ്ഷണൽ ജീനോമിക്സിന്റെ പാർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഒരു ട്രാൻസ്ക്രിപ്റ്റോമിക്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവ ചേഞ്ചസ് ക്വിക്ക്ലി പെട്ടെന്ന് ചേഞ്ച് ആവുന്നതാണ് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് റെസ്പോൺസ് സ്റ്റഡീസ്, ഡെവലപ്മെന്റൽ ബയോളജീസ്, ജീൻ എക്സ്പ്രഷൻ അനാലിസിസിനും ഈ ഒരു ട്രാൻസ്ക്രിപ്റ്റോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് മെറ്റബോളോമിക്സ് ആണ്. മെറ്റബോളോം എന്ന് പറയുമ്പോൾ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിലുള്ള ടോട്ടൽ മെറ്റബോളൈറ്റ്സ് ആണ്. ഓക്കെ, ടോട്ടൽ മെറ്റബോളൈറ്റ്സ് ആണ്. ആ മെറ്റബോളൈറ്റ്സിന്റെ ഒരു സെല്ലിലുള്ള അല്ലെങ്കിൽ ഒരു ടിഷ്യൂസിലുള്ള അല്ലെങ്കിൽ ഓർഗാനിസത്തിലുള്ള ഒരു സ്പെസിഫിക് ടൈമിലുള്ള മെറ്റബോളൈറ്റ്സിന്റെ സ്റ്റഡീസിനെയാണ് നമ്മൾ മെറ്റബോളോമിക്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് സ്മോൾ മോളിക്യൂൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു മെറ്റബോളിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ജീൻ എക്സ്പ്രഷന്റെ ഫൈനൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതാ? ഷുഗർ, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു മെറ്റബോളോമിക്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ കണ്ടീഷനുമായിട്ട് റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിന്റെ റിയൽ ടൈം ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഒരു മെറ്റബോളോമിക്സുമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ മെയിൻലി മെറ്റബോളോമിക്സിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് സ്പെക്ട്രോമെട്രി അല്ലെങ്കിൽ ക്രോമാറ്റോഗ്രഫി ടെക്നിക്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കേട്ടോ. ബയോകെമിക്കൽ പാത്വേ ഒക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റബോളോമിക്സ് യൂസ് ചെയ്യുന്നത്. അവിടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസീസ് ഡയഗ്നോസിസിനുള്ള ഒരു ബയോമാർക്കർ ആയിട്ട്, ഡ്രഗ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് സ്റ്റഡീസിന്, മെറ്റബോളിക് പാത്വേസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇൻ കേസ് ഇത് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് നിർത്തിയിട്ട് കണ്ടാൽ മതിയാവും കേട്ടോ. ലാസ്റ്റ് പറയുന്നത് ഫാർമക്കോജീനോമിക്സ് ആണ്. അപ്പൊ ഫാർമക്കോജീനോമിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽസിന്റെ സ്റ്റഡി ഓഫ് ഹൗ ആൻ ഇൻഡിവിജ്വൽസ് ജനറ്റിക് മേക്കപ്പ് എഫക്ട്സ് റെസ്പോൺസ് ടു ഡ്രഗ്. ഓക്കെ, ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു മെഡിസിന് എങ്ങനെയാണ് നമ്മുടെ ജനറ്റിക് മേക്കപ്പ് എഫക്ട് ചെയ്യുന്നത്. അതായത് ഫാർമക്കോളജിയും ജീനോമിക്സും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഫാർമക്കോജീനോമിക്സ്. എങ്ങനെയാണ് ഡ്രഗ് ഡിഫറെന്റ് പീപ്പിൾസിൽ വർക്ക് ചെയ്യുന്നത്, ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ജീനും ഡ്രഗും തമ്മിലുള്ള ഇന്ററാക്ഷന് വേണ്ടിയിട്ടും, അതായത് ഒരു ഓർഗാനിസത്തിന്റെ മുകളിൽ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗ് ഡോസേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫാർമക്കോജീനോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ആഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് റിഡ്യൂസ് ചെയ്യാനും, ദെൻ ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് എങ്ങനെയൊക്കെ നമ്മൾ ഡ്രഗ് കൊടുക്കാം എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫാർമക്കോജീനോമിക്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫാർമക്കോജീനോമിക്സിൽ മെയിൻ ആയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ എങ്ങനെ കൊടുക്കാം, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും, ഡ്രഗ് ഡോസേജിന്റെ ഒപ്റ്റിമൈസേഷൻ, റിഡ്യൂസിങ് സൈഡ് ഇഫക്റ്റ്, ആ ഒരു ഡ്രഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സൈഡ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഫാർമക്കോജീനോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ബയോ ഇൻഫോർമാറ്റിക്സിന്റെ ത്രൂ ഔട്ട് ആയിട്ടുള്ള പോർഷൻ ഈ ഒറ്റ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.